കാഞ്ഞങ്ങാട് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതി PA സലീമിനെ തെളിവെടുപ്പിനെത്തിച്ചു. പെൺകുട്ടിയുടെ വീടിന് സമീപമാണ് തെളിവെടുപ്പ്. പ്രതിക്ക് നേരെ നാട്ടുകാരുടെ ആക്രമണ ശ്രമമുണ്ടായി. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് വിവരങ്ങൾ? വേണു, 10:45 കൂടിയാണ് ഈ പെൺകുട്ടിയുടെ 10 വയസ്സുകാരി, കാഞ്ഞങ്ങാട്ടെ 10 വയസ്സുകാരിയുടെ വീടിന് പരിസരത്തേക്ക് ഈ PA സലീമുമായി പോലീസ് സംഘം എത്തിയത്. കാഞ്ഞങ്ങാട് DYSP VV ലതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസ് എത്തിയത്. വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ പോലീസ് ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ നാട്ടുകാരൊക്കെ അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യം ഈ പ്രദേശത്തുണ്ട്. വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കിയിരുന്നു. 100-ലേറെ പോലീസുകാർ ഈ ഭാഗത്ത് നിന്ന്, ഈ പ്രദേശത്ത് തന്നെ, തെളിവെടുക്കുന്ന പ്രദേശത്ത് തന്നെ സുരക്ഷയ്ക്കായി എത്തിയിരുന്നു. എന്തായാലും പ്രതിക്ക് നേരെ, ഈ പ്രതിയെ എത്തിച്ച സമയം മുതൽ തന്നെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായി. പ്രതിയുടെ മുഖം മറച്ചുകൊണ്ടാണ് ഇവിടേക്ക് എത്തിച്ചത്. പ്രതിയുടെ മുഖം മറയ്ക്കാൻ പാടില്ല, മുഖം എല്ലാവരെയും കാണിക്കണമെന്നായിരുന്നു നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനമായ ആവശ്യം. മാത്രമല്ല, ഈ പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. വലിയൊരു ജനക്കൂട്ടം ഇവിടെ തമ്പടിച്ചിരുന്നു. സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ഉൾപ്പെടെ വലിയ ജനക്കൂട്ടം ഇവിടെ തമ്പടിച്ചിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി. ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈ പ്രതിയുമായി പോലീസ് സംഘം ഇവിടെ നിന്ന് തിരിച്ച് കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്കാണ് ഈ പ്രതിയെ കൊണ്ടുപോവുക. അവിടെ നിന്ന് ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വേണു, അരുൺ, എന്താണ് ഇയാള് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ? വേണു, പ്രതി നിലവിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. താൻ തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത്. ആദ്യഘട്ടത്തിൽ മോഷണമായിരുന്നു തന്റെ ഉദ്ദേശം. പക്ഷേ പെൺകുട്ടിയെ ഈ പുലർച്ചെ 2 മണിയോടുകൂടി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കയറുകയും തുടർന്ന് പെൺകുട്ടി ബഹളം വെച്ചാലോ എന്ന് കരുതിയാണ് കുട്ടിയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് സമീപ പ്രദേശത്തെ വയലിലേക്ക് പോയത് എന്നാണ് പ്രതി പറഞ്ഞത്. തുടർന്ന് പെൺകുട്ടി ഈ വയലിൽ വെച്ച് ബഹളം വെക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. അപ്പോൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്നാണ് ഈ പീഡനം, ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നതെന്ന് പ്രതി പോലീസിനെ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ പോലീസ് നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. പ്രതി കുറ്റം മുഴുവൻ സമ്മതിച്ചിട്ടുണ്ട്. താൻ തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത്. സ്വർണ്ണക്കമ്മൽ ഊരിയെടുത്തു. ഈ സ്വർണം എവിടെയാണ് വിറ്റത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതി പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കുറ്റകൃത്യം താൻ നടത്തിയെന്നും പ്രതി സമ്മതിച്ചു. എന്തായാലും തെളിവെടുപ്പ് അല്പസമയം മുമ്പ് ഈ പ്രദേശത്ത്, അതായത് പെൺകുട്ടിയുടെ വീടിന് സമീപത്തെ തെളിവെടുപ്പൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളാണ് പോലീസ് നടത്തുന്നത്. വേണു, അരുൺ, നാട്ടുകാർ ഇയാളെ കൈകാര്യം ചെയ്തോ? തീർച്ചയായും വേണു, ഈ പ്രതിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി. ഈ വീടിന് പരിസരത്തെ വയൽ, അതായത് ഈ പെൺകുട്ടിയെ ആദ്യഘട്ടത്തിൽ കണ്ട ആ വയൽ പ്രദേശത്ത്, ഈ പ്രതി ഉപേക്ഷിച്ച ആ വയൽ പ്രദേശത്ത് ഈ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതിനുശേഷമാണ് ഈ പ്രതി പെൺകുട്ടിയുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച ആ ഭാഗങ്ങളിലൊക്കെ തന്നെ, അതായത് ഒഴിഞ്ഞു കിടക്കുന്ന സമീപ പ്രദേശത്ത് ഒരുപാട് വീടുകളുണ്ട്, ജനവാസ കേന്ദ്രങ്ങളാണ്. പക്ഷേ അതിനിടവഴിയിലൂടെ പറമ്പിലേക്ക് കയറിക്കൊണ്ട് വയൽ പ്രദേശത്ത് കൂടിയാണ് ഈ പ്രതി പെൺകുട്ടിയുമായി തൊട്ടടുത്ത. ശരി അരുൺ, വീണ്ടും വിവരങ്ങൾ നൽകുക. അരുണിലേക്ക് വരാം. ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. പടന്നക്കാട് പീഡനക്കേസിലെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയ ശേഷം മടങ്ങുകയാണ്. പക്ഷേ വലിയ ജനരോഷമാണ് അവിടെ. പ്രതിയെ കൈയേറ്റം ചെയ്യുന്ന നിലയുമുണ്ടായി. നാട്ടുകാർ രോഷത്തിലാണ്. മുഖം മൂടിയാണ് പ്രതിയെ കൊണ്ടുവന്നത് അവിടെ തെളിവെടുപ്പിനായി. പക്ഷേ ആ മുഖം മൂടി മാറ്റുക, അയാളുടെ മുഖം എല്ലാവരും കാണട്ടെ എന്നടക്കം നാട്ടുകാർ പറയുകയുണ്ടായി. അതിനിടെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി. പോലീസുകാർ ശ്രമപ്പെട്ടാണ് ഇപ്പോൾ പ്രതിയെ ജീപ്പിൽ കയറ്റി തിരികെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെയാണ് കൊണ്ടുവന്നത് തെളിവെടുപ്പിനായി. നാട്ടുകാർ രോഷാകുലരാണ്. പലരും അയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അരുൺ പാറയ്ക്കൽ വീണ്ടും ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോഴും ആളുകൾ വലിയ രോഷത്തിലാണോ അവിടെ? ും ഉൾപ്പെടെയുള്ള വലിയ ജനക്കൂട്ടം ഇവിടെ തമ്പടിച്ചിരുന്നു. പ്രതി എത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ തമ്പടിച്ചിരുന്നു. തുടർന്ന് പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിലേക്ക് ഉൾപ്പെടെ കടന്നു. പോലീസ് പരമാവധി ആളുകളെ മാറ്റി നിർത്താനാണ് ശ്രമിച്ചത്. അക്രമാസക്തമായ ആളുകളെ ഇവിടുന്ന് ഓടിക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയില്ല. പ്രത്യേകിച്ച് അവർ വൈകാരികമായുള്ള ഒരു പെരുമാറ്റമായിരുന്നു ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ പ്രതിയുടെ മുഖം മറയ്ക്കാൻ പാടില്ല, മാത്രമല്ല ഈ പിഞ്ചു കുഞ്ഞിനെയാണ് ഈ പ്രതി ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല, പ്രതിയെ കയ്യേറ്റം ചെയ്യും, കൈവയ്ക്കുമെന്നുള്ള മുദ്രാവാക്യം, ഈ പ്രകടനങ്ങളൊക്കെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തായാലും പ്രതിയെ കൈവയ്ക്കുന്ന ഒരു സാഹചര്യവും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് പ്രതിയുമായി പോലീസ് സംഘം തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ പ്രദേശം ശാന്തമാണ്. ആളുകളൊക്കെ തന്നെ പിരിഞ്ഞു പോയിട്ടുണ്ട്. വേണു, അരുൺ, ഇയാൾ ഈ കുറ്റം സമ്മതിച്ചു എന്ന് പറയുന്നു. പക്ഷെ മോഷണ ശ്രമം ആയിരുന്നു ആദ്യത്തെ ഉദ്ദേശം. പിന്നെ ഈ കുട്ടി ഒച്ചയുണ്ടാക്കിയപ്പോൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന ഈ കുറ്റസമ്മതം, അത് പോലീസ് അങ്ങനെ തന്നെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? കാരണം നേരത്തെയും സമാനമായ പോക്സോ കേസിലെ പ്രതിയല്ലേ ഇയാൾ?
വേണു 2022 കാസർഗോഡ് ജില്ലയിലെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയാണ് ഇയാൾ. അന്ന് ഇയാൾ 3 മാസത്തിലധികം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. അന്ന് ബന്ധുവായ പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റി, ഇരുചക്ര വാഹനത്തിൽ കയറ്റി ആദൂർ വനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നായിരുന്നു ഈ പ്രതിക്ക് നേരെ, കുടക് സ്വദേശിയായ ഈ PA സലീമിന് നേരെ അന്ന് ചുമത്തപ്പെട്ട കുറ്റം. അതിൽ 3 മാസത്തിലധികം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ഇയാൾ വീണ്ടും ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്. ഈ കുടക് സ്വദേശി 14 വർഷം മുൻപ് ഈ കാഞ്ഞങ്ങാടെത്തി ഇവിടെ നിന്ന് വിവാഹം കഴിക്കുകയും ഈ പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് തന്നെ 14 വർഷമായി താമസിക്കുകയും ചെയ്യുന്ന ആളാണ്. ഈ ആദ്യഘട്ടത്തിലൊക്കെ നാട്ടുകാർക്ക് ഈ പ്രതിയെക്കുറിച്ച് വലിയ രീതിയിലുള്ള സംശയങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ഇയാൾ സാധാരണ ഒരാളെ പോലെ തന്നെ ഈ പ്രദേശത്തെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ആന്ധ്രാപ്രദേശിലും മറ്റു സ്ഥലങ്ങളിലും ഇയാൾ ജോലിക്കായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്. മറ്റാരുടെയെങ്കിലും മൊബൈലിൽ നിന്ന് ഭാര്യയുടെയോ അല്ലെങ്കിൽ ഈ കുടകിലെ വീട്ടിലേക്കോ വിളിക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും ഈ കുറ്റകൃത്യം നടന്ന രണ്ടാമത്തെ ദിവസം തന്നെ ഇയാളാണ് പ്രതി എന്നൊരു തരത്തിലുള്ള സംശയത്തിലേക്ക് പോലീസ് നീങ്ങിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കുടകിലെ ഇയാളുടെ വീട്ടിലെത്തി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനിടയിൽ തന്നെ മറ്റുള്ള ആളുകളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഒടുവിൽ ഈ പ്രതി തന്നെയാണ്, PA സലീം തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന ഒരു ഉറച്ച നിഗമനത്തിലേക്ക് പോലീസ് എത്തി. അതിനുശേഷമാണ് കുടക് കേന്ദ്രീകരിച്ചും ഗോവ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചും പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒടുവിൽ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഈ പ്രതിയെ പിടികൂടിയത്. ആന്ധ്രാപ്രദേശിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അവിടുത്തെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചാണ് ഈ പ്രതിയെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാവിലെയോടുകൂടി ഈ പ്രതി തിരിച്ച് കർണാടകത്തിലെ പെൺസുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. ആ സമയത്ത് തന്നെ പോലീസ് മഫ്തിയിൽ ഈ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു. പക്ഷേ പോലീസിനെ കണ്ട പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് ഹോട്ടലിൽ വെച്ച് ബലപ്രയോഗത്തിലൂടെ മൽപ്പിടുത്തത്തിലൂടെ ഈ പ്രതിയെ PA സലീമിനെ പോലീസ് കീഴടക്കുകയായിരുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം 9 മണിയോടുകൂടിയാണ് കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്ക് പ്രതി എത്തിക്കുന്നത്. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി മുഴുവൻ കുറ്റകൃത്യങ്ങളും സമ്മതിച്ചു. താൻ തന്നെയാണ് ഈ കൃത്യം ചെയ്തത്. മോഷണമായിരുന്നു ഉദ്ദേശം. ഈ പെൺകുട്ടിയുടെ വീട് നിരവധി തവണ താൻ നിരീക്ഷിച്ചിരുന്നു. സ്വർണം മോഷ്ടിക്കാമെന്നൊരു ഉദ്ദേശമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. അതിന് 2 ദിവസം മുൻപും സമാനമായ രീതിയിൽ പ്രതി പെൺകുട്ടിയുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് മാല മോഷ്ടിക്കാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ മുക്കുപണ്ടമായിരുന്നു. അന്ന് ഈ രേഖാചിത്രമൊക്കെ തയ്യാറാക്കിയതും ഈ അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവായി മാറി. തുടർന്ന് ഈ പെൺകുട്ടി ബഹളം വെച്ചതോടുകൂടിയാണ് വയലിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാണ് പ്രതി പറയുന്നത്. വേണു. അരുൺ പറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.